അവസാനം എന്നെ പബ്ലിക്കിലും നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എൻ്റെ കൈയും കാലും എല്ലാം ഞാൻ തന്നെ മുറിക്കാൻ തുടങ്ങി. ഭയങ്കര അക്രമമായിട്ടൊരു സംഭവം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു 40-50 വയസ്സുകാരൻ ഉപയോഗിക്കേണ്ട ലഹരി പദാർത്ഥങ്ങൾ 18-17 വയസ്സ് പ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചു. അവസാനം എന്നെ പബ്ലിക്കിൽ ഇറക്കാൻ പറ്റാതെ ഏകദേശം 3 മാസം സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു രഹസ്യ മുറിക്കകത്ത് എന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിധിക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിധിക്കപ്പെടുമ്പോഴുള്ള എൻ്റെ അവസ്ഥ എത്രമാത്രം വലുതാണ്. ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് എൻ്റെ ലൈഫ് മാറി. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അവസാനം മരണം മാത്രമായിരുന്നു. കാരണം ഞാനൊരു മാരകമായ മയക്കുമരുന്ന് അടിമയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചു, അവരെന്നെ തള്ളിക്കളഞ്ഞു. അവസാനം ഒരു മുറിക്കകത്ത് ആരുമില്ലാത്തവനായി, ഒന്നിനും കൊള്ളാത്തവനായി, തകർന്നവനായി ഇരുന്ന സ്ഥലത്ത് എന്നെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോയി വരുന്ന എൻ്റെ പപ്പയായിരുന്നു. എൻ്റെ പപ്പ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു, മോനെ നീ എന്താ അങ്ങനെ ചെയ്ത്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ആരും അറിയാതെ ഒരു മുറിക്കകത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പപ്പയെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി തീരത്തില്ല. ആ പ്രാർത്ഥന കേൾക്കുന്നൊരു സ്വർഗമുണ്ട്. എല്ലാം തകർന്നവനായി ഇരുന്നിറഞ്ഞ മുറിയിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, കുടുംബക്കാരായാലും സഹോദരങ്ങളായാലും സുഹൃത്തുക്കളായാലും വേദനിക്കപ്പെട്ട്, ശാപമെന്ന് തലവേദനയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറയും, ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വീണേ. നിങ്ങളെക്കാളും ചിലപ്പോൾ ഒരു പാസ്റ്ററിൻ്റെ മോൻ എന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ പാട്ട് പാടുമായിരിക്കും, നന്നായിട്ട് കൈയടിക്കും. ചിലപ്പോൾ പപ്പയും മമ്മിയും പറയുന്ന അന്യഭാഷ ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല, ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഇരുന്നിറഞ്ഞ മുറിയിൽ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത, അന്ന് വരെ ഞാൻ അറിയാത്ത ആ യേശുവിൻ്റെ സ്നേഹം ആ ഇരുന്നിറഞ്ഞ മുറിയിൽ എല്ലാവരും കൈവിട്ട സ്ഥലത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാണേ തീർന്നു. ഞാൻ എൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് ഏകദേശം 15 വർഷത്തിലധികമായി താമസിക്കുന്നു. ആർക്കും അറിയത്തില്ല, ട്രിവാൻഡ്രത്തോട് ആർക്കും അറിയത്തില്ല ഞാൻ ട്രിവാൻഡ്രത്തിലാണെന്ന് പോലും. 15 വർഷമായി ട്രിവാൻഡ്രത്തുണ്ട്, കഴക്കൂട്ടം എന്ന സ്ഥലത്ത്. ഞാൻ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം മണ്ണിൽ ചെയ്യാത്ത ജോലിയൊന്നുമില്ല. ഞാൻ ഹോട്ടൽ പണി, ടാർ പണിക്ക്, പോസ്റ്റ് ഒട്ടിക്കാൻ, എൻ്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ അതെല്ലാം താൽക്കാലികമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ബുദ്ധിക്ക് വേണ്ടി, നമ്മുടെ സ്വയം പ്രാർത്ഥിക്ക് വേണ്ടി നമ്മൾ ഓടുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്ത്യം വെറും ശൂന്യത മാത്രമായിരിക്കാം. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഇഷ്ടങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി നടത്തുവാൻ കരുത്തുള്ളൊരു യേശു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട്